അപ്പോൾ ഫ്രണ്ട്സ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു വളരെ ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷൻ്റെ പേര് ഇവിടെ എവിടെ എഴുതിയിട്ടില്ല. വളരെ ചെറിയൊരു സ്റ്റേഷനാണത്. ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് ഒരു ട്രെയിൻ യാത്ര പോവാണ്. അപ്പോൾ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. നമ്മൾ സ്വീകരിക്കാനുള്ള 2 പട്ടികളുണ്ട്. സ്റ്റേഷന് ഉൾവശം നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണിപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്ന സ്റ്റേഷൻ. ലക്കിടി എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. ഒറ്റപ്പാലത്തിനും പറളയ്ക്കുടയ്ക്ക്, അതായത് നമ്മുടെ ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിൽ ഒറ്റപ്പാലത്തിനും പറളയ്ക്കുടയ്ക്കുള്ളൊരു സ്റ്റേഷനാണ് ലക്കിടി. ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സ്റ്റേഷൻ. ആകെ മൊത്തം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അവർ തന്നെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെല്ലാം. ഇതാണ് സ്റ്റേഷൻ. ഇവിടുന്ന് 6:20 പോകുന്ന ഷൊർണൂർ പാസഞ്ചറിന് കയറിയിട്ട് പിന്നെ അവിടുന്ന് നമ്മുടെ അതേ പാസഞ്ചർ നിലമ്പൂർ പാസഞ്ചറായിട്ട് പോകുമല്ലോ. അപ്പോൾ അതിനങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങാടിപ്പുറത്തേക്ക് പോകുന്ന പ്ലാനാണ്. സ്റ്റേഷനിൽ വേറെ ഒന്നുമില്ല. ആകെ 2 പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൻ്റെ പകുതി ലോ ലെവലും പകുതി ഹൈ ലെവലുമാണ്. പിന്നെ അവിടെ ഒരു 2 ചെറിയ ഷെൽട്ടറുണ്ട്. വേറെ ഫെസിലിറ്റീസ് ഒന്നും ഈ സ്റ്റേഷനിലില്ല. ഈ ഒരു സ്റ്റേഷൻ, ഈ ഒരു ഗ്രാമീണ സ്റ്റേഷൻ കാണിക്കാൻ വേണം ഇവിടുന്ന് ട്രെയിനിൽ കയറുന്നു. അത്രയും മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ കേട്ടോ. ഞാൻ അല്ലാണ്ട് ഫുൾ യാത്ര ഒന്നും കവർ ചെയ്യാൻ പോകുന്നില്ല. ഷൊർണൂർ വരെയുള്ള യാത്ര ചിലപ്പോൾ കവർ ചെയ്യും. പിന്നെ അവിടെ വരെ ഏകദേശം വെളിച്ചമുണ്ടാവും. അങ്ങേ അറ്റത്തൊരു ലെവൽ ക്രോസിംഗ് ആണ്. അങ്ങേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ ലെവൽ ക്രോസ് കടന്ന്, ഞാൻ ഇപ്പോൾ ആക്ച്വലി ലെവൽ ക്രോസ് കടന്നാണ് വന്നത്. ആ കാണുന്ന ലെവൽ ക്രോസ് അത് ഉള്ളിലേക്ക്, അതായത് തിരുവല്ലുവാമല സൈഡിലേക്ക് പോകുന്ന റോഡാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ഭാരതപ്പുഴ. ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭാരതപ്പുഴ പാസ് ചെയ്ത് തിരുവല്ലുവാമല ഭാഗത്തേക്ക് പോകും. ഞാൻ അവിടെ നിന്നാണ് കുറച്ച് നേരത്തെ വന്നത് അങ്ങോട്ട്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുണ്ട്. ചെറിയ സ്റ്റേഷനാണ്. നമ്മൾ ഈ സ്റ്റേഷൻ നമ്മുടെ പല വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ലക്കിടി വഴിയുള്ള റൺ ത്രൂ ഒക്കെ. ആദ്യമായിട്ടാണ് നമുക്ക് ലക്കിടിയിൽ നിന്ന് ട്രെയിൻ കയറേണ്ട അവസരം കിട്ടുന്നത്. ആ അവസരം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് വീഡിയോ ആയിട്ട് കാണിച്ചേക്കാം എന്ന്. ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട എറണാകുളം പാലക്കാട് മെമു. ലേറ്റാണ് വണ്ടി. നിർത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടറും കൊടുത്തു കഴിഞ്ഞു. കന്യാകുമാരിയുടെ ജയന്തി, കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ജയന്തിയാണിത് വരുന്നത്. കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസ്. സിഗ്നൽ ഇപ്പോഴും റെഡാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് വരുന്നു. ഇപ്പോൾ ഗേറ്റ് ഇപ്പോൾ ജസ്റ്റ് അടഞ്ഞുള്ളൂ. ട്രെയിൻ അവിടെ നിന്ന് കടന്നു വരുന്നുണ്ട്. ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ്. ഇപ്പോഴും സിഗ്നൽ റെഡാണ്. യെസ്, പച്ചട്ടി. യെസ്, ഗേറ്റ് അടഞ്ഞു. ഒരു പച്ച സിഗ്നലും കൊടുത്തിട്ടുണ്ടല്ലോ അപ്പ് ലൈനിൽ. ഏതാണോ വണ്ടി?
നമ്മുടെ വണ്ടി വരുന്നുണ്ട്. തോടെ വരുന്നുണ്ടോ? P4 P1 എന്തോന്നാണ്. ഇടയ്ക്കൊക്കെ ഈ വണ്ടിയൊക്കെ ജീണാനൊക്കെ വരാറുണ്ട്. ഈ റോഡിന് തന്നെ 22256. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് ഡോറിൽ നിന്ന് മറ്റേ റെഗുലേറ്റർ ബ്രിഡ്ജുമൊക്കെ ഒന്ന് കാണാം കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല വണ്ടിയിൽ. ഇവിടുന്ന് സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരു ഒറ്റപ്പാലമൊക്കെ കഴിഞ്ഞിട്ട് സീറ്റ് കിട്ടുള്ളൂ. ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഇതിലോട്ട് കയറുക എന്ന് പറയുന്നതിന് ഒരു ചാലഞ്ചായിരിക്കും. ലക്കടിയിൽ നിന്ന് പുറപ്പെട്ടു. എക്സ്റ്റേണൽ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വിൻ നോയ്സ് ഉണ്ടാവും. ഞാൻ ഭാരതപ്പുഴ കാണിക്കാൻ നിന്നപ്പോൾ നമ്മുടെ പാലക്കാട്, നിലമ്പൂർ പാലക്കാട് പാസഞ്ചറാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചാൽ കുറച്ചും കൂടി കഴിയുന്നവരാൻ. യെസ് എല്ലാ ടീമും ഉണ്ടല്ലോ ഇതിൽ. വേൾഡ് കപ്പിൽ കളിക്കുന്ന എല്ലാ ടീംസും ഉണ്ട്. ഒരുമിച്ചാണ്, ഇൻ്റർ ടീമാണ്, സോറി, എല്ലാവരും കൂടി ചേർന്നുള്ള ഒറ്റ ടീമായിട്ടാണ്. നമ്മൾ ഒറ്റപ്പാലത്തുനിന്ന് പുറപ്പെട്ടു. ഒറ്റപ്പാലം സ്റ്റേഷനിൽ കുറേ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം 2ലേക്ക് കയറുമ്പോൾ ഒരു പുതിയ ഓഫീസ് ബിൽഡിംഗ് പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറേ വർക്ക് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതും അമൃത് ഭാരത് അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷനാണ്.
അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. അതുതന്നെയാണെന്ന് വിചാരിക്കുന്നു. എറണാകുളം ബംഗളൂരു SMBT ട്രൈ വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ്. അത് തന്നെ ബാബ്സോൺ 37705 ആയിരുന്നു. ഏതാ ഷെഡിലും ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഓഖ, പട്ന ആ വണ്ടികളൊക്കെ ആയിട്ട് റേറ്റ് ഷെയറിങ്ങിലാണ്. ആകെ 3 AC കോച്ചുള്ളൊരു പാവം പിടിച്ച വണ്ടിയാണ്. നമുക്ക് ക്ലിയറൻസ് കിട്ടി അപ്പോഴേക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു പുതുപുത്തൻ വീഡിയോ വീണ്ടും കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another beautiful video. Until then, bye-bye.